ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ പുതിയ സബ്ജക്റ്റിലാണ് നിലനിൽക്കുന്നത്. നമ്മൾ OB എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. Just an introduction ആണ്. No two individuals are likely to behave in the same manner in a particular work situation. അതായത് ഒരു വർക്ക് സിറ്റുവേഷനിൽ രണ്ട് ഇൻഡിവിജ്വൽസ് ഒരേ രീതിയിലായിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻസൈഡ് ദി ക്ലാസ് റൂം 10 people ഉണ്ട്, 10 സ്റ്റുഡൻ്റ് ഉണ്ട്, 10 സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. ഇറ്റ് ഈസ് എ predictability of a manager about the expected behavior of an individual. There is no absolute in human behavior. Predictability, it is the predictability ആണ് അല്ലേ. നമുക്കറിയാം ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെ മാനേജർക്ക് പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കറക്റ്റ് ആയിരിക്കില്ല. ദർ ഇസ് നോ അബ്സല്യൂട്ട് ഹ്യൂമൻ അല്ലേ. അബ്സല്യൂട്ട് കൃത്യമായിട്ടുള്ള ഒരു ഹ്യൂമൻ ബിഹേവിയറിലാണ്. നമുക്കറിയാം നമ്മളൊരാളെ അടിക്കുമ്പോൾ നമ്മളൊരാളെ ഇപ്പോൾ കാലിലൊന്ന് ചവിട്ടി അപ്പോൾ റിയാക്ട് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. ഇപ്പം അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് പ്രഡിക്റ്റബിൾ. ഇറ്റ് ഈസ് ദി ഹ്യൂമൻ ഫാക്ടർ ദാറ്റ് ഈസ് ദി contributory to the productivity. Hence the study of human behavior is important. These type of human factor തന്നെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. OB is a study of individual behavior in isolation, when in group and as a part of organization. OB എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയർ തന്നെ പഠിക്കുന്നത് തന്നെയാണ്. വെൻ ഇൻ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോഴും അതുപോലെ as a ഓർഗനൈസേഷൻ. ഒരു വ്യക്തിനെയും അതോടൊപ്പം ഒരു വ്യക്തി ഗ്രൂപ്പിലായിരിക്കുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യും, അപ്പോൾ ഒരു വ്യക്തി ഓർഗനൈസേഷനിലായിരിക്കുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള രീതിയിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ OB എന്ന് പറയുന്നത്. OB എന്ന ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ഐസൊലേഷൻ. സ്വന്തമായിട്ട് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ, ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലാകുമ്പോൾ, ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു 3 ലെവലിൽ നിന്നിട്ട് നമ്മൾ OB പഠിക്കുമ്പോൾ, ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ പഠിക്കുമ്പോൾ മാത്രമേ ഇറ്റ് ബിക്കം ആൻ ഓർഗനൈസേഷൻ behavior ആകുള്ളൂ. The study of individual behavior only when it's incomplete, because behavior affected by the people surrounding as well as by the organization. നമ്മളൊരു ഇൻഡിവിജ്വലിനെ മാത്രം പഠിച്ചാൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ ആവില്ല. ഒരു ഗ്രൂപ്പിനെ മാത്രം പഠിച്ചാലും പോരാ, ഒരു ഓർഗനൈസേഷനെ മാത്രം പഠിച്ചാലും പോരാ. നമ്മൾ ഇതൊക്കെ ഒന്നിച്ച് പഠിക്കണം. കാരണം നമുക്കറിയാം നമുക്ക് സറൗണ്ടിങ് ആയിട്ട് ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇൻ വിച്ച് വി വർക്ക്. സ്റ്റഡിങ് ഓൺലി ഇൻഡിവിജ്വൽ ഓർ ഓൺലി ഓർഗനൈസേഷൻ വുഡ് ബി നോ യൂസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സ്റ്റഡി ബോത്ത് സൈമൾട്ടേനിയസ്ലി. അതായത് ഇൻഡിവിജ്വലിനെയും അതോടൊപ്പം ഓർഗനൈസേഷനെയും നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനെയും സ്റ്റഡി ചെയ്യണം. അതായത് ഒരു ഇൻഡിവിജ്വലിനെ സ്റ്റഡി ചെയ്യണം, അതോടൊപ്പം ഓർഗനൈസേഷനെ സ്റ്റഡി ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അതൊരു മീനിങ് ഫുൾ ആകുകയുള്ളൂ. സോ വി വാണ്ട്സ് ടു സ്റ്റഡി ദി ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ ഐസൊലേഷൻ and when in group and as a part of organization ആകുമ്പോൾ. Personality, perception, learning, attitude, family background, training, motivation, job satisfaction, performance appraisal, leadership effectiveness, norms, values, ethics are the factors which affect the individual behavior. ഇത്രയും ഫാക്ടേഴ്സാണ് മെയിനായിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അല്ലേ, പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം, പെർസെപ്ഷൻ, നമ്മുടെ വ്യൂ പോയിന്റ്, ലേണിംഗ്, നമ്മൾ പഠിക്കുന്നത് അല്ലേ, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ്, മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ലീഡർഷിപ്പ് എഫക്റ്റ്. നോംസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ്, നോംസ് അല്ലെ, കസ്റ്റംസ്, ട്രഡീഷൻസ്, എത്തിക്സ്, ഇതൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. ഗ്രൂപ്പ് ഡൈനാമിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ കൾച്ചർ, ഗ്രൂപ്പ് ബിഹേവിയർ. നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്യുക ഈ ഫാക്ടേഴ്സ് ആയിരിക്കില്ല, കുറച്ചുകൂടെ വേറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് ഡൈനാമിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, അതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, പവർ, പൊളിറ്റിക്സ്, സ്റ്റാറ്റസ്, റിലേഷൻ വിത്ത് ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ്, കോൺഫ്ലിക്റ്റ്, കൾച്ചർ അഫക്റ്റ് ഇൻഡിവിജ്വൽ ഇൻ ആൻഡ് ഔട്ട്. ഇനി നമ്മളൊരു ഓർഗനൈസേഷനിലാകുമ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് വേറെ ബിഹേവിയർ ആയിരിക്കും അല്ലേ. നിങ്ങൾക്കറിയാം സ്ട്രക്ചർ, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, പവർ എങ്ങനെയായിരിക്കും, പൊളിറ്റിക്സ് എങ്ങനെയാണ്, സ്റ്റാറ്റസ്
എങ്ങനെയാണ്, റിലേഷൻ വിത്ത് ജൂനിയേഴ്സ് സീനിയേഴ്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു കോളേജിൽ നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം, നിങ്ങൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വേറെ ആയിരിക്കും. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിലും നിങ്ങൾ ബിഹേവിയർ ചെയ്യുന്ന എങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ ബിഹേവ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിരിക്കും, അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദർ ഈസ് എ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി പേഴ്സണാലിറ്റി ഓഫ് എ ഹ്യൂമൻ ബിഹേവിയർ വെൻ ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ ഇതാണ്, ഗ്രൂപ്പ് ആയിരിക്കും ഇത്രയാണ്, ഓർഗനൈസേഷനിൽ ഈ ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇതൊന്ന് വായിച്ചു നോക്കുക, എന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുള്ളൂ. By definition, a discipline is accepted science that is based on theoretical form, but OB has a multidisciplinary orientation and it is thus not based on a specific theoretical ground. അപ്പോൾ OB എന്ന് പറയുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറിയാണ്. അതായത് ഒരൊറ്റ സബ്ജക്റ്റിൽ നിന്ന് വന്ന ഒന്നല്ല, പല സബ്ജക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പല സബ്ജക്റ്റുകളുടെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ കൂട്ടിയിട്ടുള്ളതാണ് OB എന്ന്. സോ ഇറ്റ്സ് നോട്ട് എ സ്പെസിഫിക് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സോ ഇറ്റ്സ് ഒരു ബേസ്ഡ് ഓൺ ഒരു പർട്ടിക്കുലർ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. പല സബ്ജക്റ്റുകളുടെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മളുണ്ട്. therefore it is better to reason to call OB as a separate field of study rather than ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നതിലും നല്ലത് OB എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നതാണ്. കാരണം ഒരു ഒറ്റ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടൊന്നും നമ്മൾ പഠിക്കുന്നതല്ല. OB എന്ന് പറയുന്ന പല സബ്ജക്റ്റുകളിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ട് അതിനെ വെച്ചിട്ട് ക്രിയേറ്റ്. സോ ഇറ്റ് ഇസ് എ സെപ്പറേറ്റ് field of study ആണ്. OB is a separate field of study ആണ്. Organizing essentially an interdisciplinary approach to study human behavior at a work. അപ്പോൾ OB എന്ന് പറയുന്നതിൻ്റെ ഒരു കൺക്ലൂഷനാണ് നമ്മൾ പറഞ്ഞത്. OB tries to integrate the relevant knowledge drawn from related disciplines. അതായത് OB പല ഡിസിപ്ലിനിൽ നിന്ന്, ഞാൻ പറഞ്ഞു ഇന്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞു, അതായത് നമ്മൾ പല സബ്ജക്റ്റുകളിൽ നിന്ന് എടുത്തിട്ടാണ് OB ക്രിയേറ്റ് ചെയ്തത്. അതായത് സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി, അങ്ങനെയുള്ള പല പല സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ എടുത്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നതിന് അപ്പുറം ഒരു സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് OB എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ്. ഇറ്റ്സ് എ സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. ഓക്കെ, ഇനി ഡെഫിനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഡെഫിനേഷനുകളും അതോടൊപ്പം ടെക്സ്റ്റുകളും, ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഏറ്റവും നല്ല ഒരു ഓതർ ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ് KA അശ്വത്തപ്പൻ. നിങ്ങളെപ്പം ഇനി ഫ്യൂച്ചറിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ PGക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും OBൻ്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അശ്വത്തപ്പയുടെ ടെക്സ്റ്റ് എന്നുള്ളതാണ്. സോ ദി ഡെഫിനേഷൻ ഓഫ് അശ്വത്തപ്പ: OB ഈസ് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്. OB എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പിലെ ബിഹേവിയർ എങ്ങനെയാണെന്ന് സ്റ്റഡി ചെയ്യുന്നു. ഓഫ് ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷൻ and the of the interface between human behavior and organizational human behavior എങ്ങനെയാണ്, ആൻഡ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷനെ ഒറ്റയ്ക്കും സ്റ്റഡി ചെയ്യുന്നു. നമ്മളിത് പറഞ്ഞതാണ്, നമ്മൾ 3 ലെവലിൽ നിന്നിട്ടായിരിക്കും OBയിൽ സ്റ്റഡി ചെയ്തിരിക്കുക. ഇൻഡിവിജ്വൽ ബിഹേവിയർ എങ്ങനെയാണ്, ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയാണ്, ഓർഗനൈസേഷണൽ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്. സോ ഹ്യൂമൻ ബിഹേവിയർ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ് ഇൻ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. എവിടെയെങ്കിലും നടക്കുമ്പോൾ ഉള്ളതല്ല, ഓർഗനൈസേഷനിൽ ആയിരിക്കുമ്പോൾ എങ്ങനെയുള്ളതാണ് അല്ലേ, അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഓർഗനൈസേഷണൽ സെറ്റപ്പിനുള്ളിൽ എങ്ങനെയാണ്. ഓഫ് ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനും ഹ്യൂമൻ ബിഹേവിയറും എങ്ങനെയാണ്, അതുപോലെ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്, ഓർഗനൈസേഷൻ മാത്രമായിട്ട്. അതായത് ഇൻഡിവിജ്വലിനെ പഠിക്കണമെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ ഓർഗനൈസേഷനിൽ എങ്ങനെയാണെന്ന് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷനെ ഇറ്റ്സെൽഫ് സ്റ്റഡി നടത്തണം അല്ലേ. അതിൻ്റെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചായിരിക്കും ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ. സോ OB is the study of human behavior in organizational setup of interface between human behavior and organization and the organization itself. Okay.
Then, according to L.M. Prasad defined the organizational behavior can be defined as the study and application of knowledge. It is a study and application of a knowledge about human behavior related to other elements of an organization, such as structure, technology, and social systems. So organizational behavior can be defined as study of and application of knowledge about human behavior. ഒരു സ്റ്റഡിയാണ് അത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു നോളജ് ആണ് related to the other elements of the organization. ഓർഗനൈസേഷൻ്റെ മറ്റുള്ള എലമെൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റഡി. അതായത് ഓർഗനൈസേഷനുള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. ഇറ്റ്സ് ഇൻക്ലൂഡ് ദാറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്ട്രക്ചർ, ടെക്നോളജി ആൻഡ് സോഷ്യൽ സിസ്റ്റം. അതായത് ഓർഗനൈസേഷനുള്ളിലെ സ്ട്രക്ചർ അനുസരിച്ചും ടെക്നോളജി അനുസരിച്ചും സോഷ്യൽ സിസ്റ്റം അനുസരിച്ചൊക്കെ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന്. ഡിഫൈൻഡ് ആസ് ദി സ്റ്റഡി ആൻഡ് application of knowledge about human behavior related to other elements of the organization such as structure, technology and social system. നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ സിമ്പിൾ അശ്വത്തപ്പയുടെ ഡെഫിനിഷൻ ആയിരിക്കും. സോ അതോ ഇതിലേത് വേണമെങ്കിലും പഠിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റുകളിൽ വേറെ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ OB എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഉള്ളിലുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യുന്നതാണ് OB. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് എന്താ പറയുക ബൈ ഹാർട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇൻ ഫ്രണ്ട് ഓഫ് യു. ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് ദി സ്റ്റഡി ഓഫ്, ഇറ്റ് ഈസ് എ സ്റ്റഡി. Organization behavior, OB is the study of human behavior in organizational setup. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആയാൽ there must be some human beings ഉണ്ടായിരിക്കില്ലേ. The interface between human behavior and the organization and organization itself. അതായത് ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടായിരിക്കും. ഒരു ഓർഗനൈസേഷനിൽ എത്ര അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിച്ചാലും അവിടെ എന്തുണ്ടായിരിക്കും, ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ഓർഗനൈസേഷന് ഉള്ളിലുള്ള ഓർഗനൈസേഷണൽ സെറ്റപ്പ് മീൻസ് ഒരു ഓർഗനൈസേഷന് ഉള്ളിൽ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ് എന്ത് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ ബിഹേവിയറും എങ്ങനെയാണ് ആൻഡ് ദി ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്. അതായത് ഓർഗനൈസേഷനോടുള്ള ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ്, എംപ്ലോയീസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മാത്രം ഇയാളുടെ ബിഹേവിയർ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഒരു എംപ്ലോയിൻ്റെ ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു എംപ്ലോയീൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഗ്രൂപ്പ് ആകുമ്പോൾ ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ, അതൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇറ്റ്സ് നോൺ ആസ് OB എന്നാണ് ഈ സബ്ജക്റ്റ് പറയുക.